ഹായ് മക്കളെ, അനുമോദ് സാറാണ്. എടാ, നമ്മുടെ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ജോമെട്രി ആൻഡ് അൽജിബ്രയാണ്. ഓക്കെ, ജാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എന്തായാലും ഉറപ്പുള്ള ഒരു ഭാഗമാണ് സ്ലോപ്പ് കാണുക എന്ന് പറയുന്നത്, ചരിവ് കണ്ടെത്തുക എന്ന് പറയുന്നത്. ആ ഭാഗത്ത് നിന്ന് 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? സ്ലോപ്പ് കാണാൻ പഠിക്കണം. അപ്പോൾ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 2, 5 ആൻഡ് 3, 7? 2, 5, 3, 7 എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയുടെ ചരിവ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. സ്ലോപ്പ് എം കാണാനുള്ള ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 5 ബൈ 3 മൈനസ് 2. 7 മൈനസ് 5 2 ആണ്, 3. അപ്പോൾ ആൻസർ വരിക 2 ആണ്. സോ ആൻസർ എന്താണ്? 2 ആണ്. ആൻസർ ഏതാണെടാ? ഓപ്ഷൻ എയിൽ വരുന്ന 2 ആണ് ആൻസർ കേട്ടോ. 2 ആണ് ആൻസർ. അപ്പം മക്കൾ നിർബന്ധമായിട്ടും ചരിവ് കാണാനുള്ള ഈ ഒരു ഇക്വേഷൻ പഠിക്കണം. ഇത് വെച്ച് എന്തായാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും.